സുതാര്യതയുള്ള സംഭരണം ജനങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണ് വിവരാവകാശത്തിന്റെ ലക്ഷ്യമെങ്കിലും ഓഫീസ് പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന രീതിയിൽ വിവരാവകാശത്തെ ദുരുപയോഗം ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അംഗം അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 അംഗങ്ങളും സിറ്റിംഗുകൾ നടത്തുകയും ഉദ്യോഗസ്ഥ തലത്തിലും പൊതുജനങ്ങൾക്കും ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. മാത്രമല്ല, സർക്കാർ ഓഫീസുകളിൽ പരിശോധനയും നടത്തുന്നുണ്ട്. സ്വാശ്രയ സ്ഥാപനങ്ങളടക്കം സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും വിവരാവകാശത്തിന്റെ പരിധിയിലാണെന്നും ഓഫീസുകളിൽ നിന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഉടനടി ലഭ്യമാക്കുന്ന നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊള്ളണമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരാവകാശം വഴി അവബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാകും. ഒരു പൊതു അധികാരി ലഭ്യമാക്കുന്ന വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ ബാധ്യസ്ഥനാണെന്നും കമ്മീഷണർ പറഞ്ഞു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 12 കേസുകളാണ് പരിഗണിച്ചത്. ഇതിൽ 10 കേസുകൾ തീർപ്പാക്കി. സിറ്റിംഗിൽ ഹാജരാക്കാത്ത കക്ഷികൾക്ക് സമൻസ് അയക്കും. 30 ദിവസത്തിനകം മറുപടി നൽകാത്ത കേസുകളിൽ നടപടിയെടുക്കും. തിരൂർ പോലീസ് സ്റ്റേഷനിൽ ജനറൽ ഡയറിയും എൻട്രി ബുക്കും ആവശ്യപ്പെട്ട് ലഭിച്ച വിവരാവകാശ അപേക്ഷയ്ക്ക് ഇതുവരെ മറുപടി നൽകാത്ത പരാതിയിലും പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ PPR ലൈസൻസിന്റെ വിവരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷയിലും മറുപടി നൽകാത്തതിനാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കമ്മീഷണർ നടപടിയെടുക്കും.